നിന്റെ കോപത്തെ അടക്കാൻ വേണ്ടിയിട്ടാകരുത് പ്രാർത്ഥന. ഒരു അഹങ്കാരത്തിന്റെ വാക്കുകൾ പ്രാർത്ഥന എന്നുള്ള ആയുധമുള്ള ഒരു ദൈവ പൈതലിന്റെ നാവിൽ നിന്ന് വരരുത്. യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ, ആ വ്യക്തിക്ക് പ്രാർത്ഥനയുടെ അഭിഷേകം കൂടുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് താഴ്മയും വിനയവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല. ചോദിച്ചു ഒന്നും കിട്ടുന്നില്ല. പ്രാർത്ഥിച്ചു ഒന്നും കിട്ടുന്നില്ല. അപേക്ഷിച്ചു ഒന്നും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് യാക്കോബ് ഇവിടെ എഴുതിയിരിക്കുകയാണ്. നിങ്ങളിൽ ശണ്ഠ കലഹം എവിടെ നിന്നാ വന്നേ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളല്ലയോ? അവയവങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശരീരം മനസ്സ് ഒക്കെ ശരണപ്പെടുന്നത് കൊണ്ടല്ലേ ചില കുഴപ്പങ്ങളൊക്കെ വന്ന് കയറുന്നേ. നിങ്ങൾ മോഹിച്ചു, ആവശ്യമില്ലാത്തതിനൊക്കെ കയറി മോഹിക്കും. മോഹിച്ചിട്ട് ഒന്നും കിട്ടുന്നതുമില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ട് യാചിക്കായിക കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത യാചനകളിലൂടെ പോകുന്നു. അതുകൊണ്ടാണ് തരാത്തത്. ആവശ്യമില്ലാത്ത കാര്യാദികളെ നിങ്ങൾ ഏറ്റെടുക്കുന്നു. അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾക്ക് വേണ്ടിയിട്ട്, അവയവങ്ങളിൽ പോരാടുന്നതായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, കൊള്ളരുതാത്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ആവശ്യമില്ലാത്ത മോഹങ്ങളുടെ പേരിൽ, അസൂയയുടെ പേരിൽ, ശണ്ഠയുടെ പേരിൽ, കലഹത്തിൻ്റെ പേരിലൊക്കെ കുറേ പ്രാർത്ഥനകളുണ്ട്. അല്ല, പിടികിട്ടുന്നുണ്ടോ? ഞാനെന്ന ഭാവമോ ഞാൻ വിശുദ്ധനെന്നും വിചാരിക്കണ്ട. കർത്താവിൻ്റെ സന്നിധി മനസ്സുകൊണ്ട് ആരും കാണാതെ ഭാവമൊന്നും മാറാതെ ദൈവസന്നിധി, കർത്താവ് എനിക്കിട്ടാണ് വരണേന്ന് തോന്നണു, എന്നെ അങ്ങ് ശുദ്ധീകരിക്കണേ എന്ന് ദൈവത്തോട് മാത്രം പറഞ്ഞു. മുഖഭാവം മാറിയാൽ ചിലപ്പോൾ ഷാജി ബ്രദർ പിടിക്കും. അതുകൊണ്ട് മുഖഭാവമൊന്നും മാറ്റണം. പക്ഷേ ഹൃദയം കൊണ്ട് ദൈവസന്നിധി പറയണം, കർത്താവേ എനിക്ക് ഇച്ചിരി കുഴപ്പം പിടിച്ച പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, മോഹങ്ങളൊക്കെ ഉണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഇട്ട് കൊള്ളിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഷാജി ബ്രദർ അല്ല കൊള്ളിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടണമേ. ആഗ്രഹിക്കുന്നവരൊന്ന് കൈയടിച്ച് പറ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ, ഞങ്ങളെ ഒരിക്കൽ കൂടി വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ ഒരിക്കൽ കൂടി വിശുദ്ധീകരിക്കണം രാജാവേ, ഞങ്ങളെ ഒരിക്കൽ കൂടി ശുദ്ധീകരിക്കണമേ. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവൻ്റെ ആയുധമാണ് പ്രാർത്ഥന. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ നിങ്ങളിൽ ചിലർ എന്നെ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, ചിലർ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് തന്നെ ചിലപ്പോൾ ഒരു ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ ചിലരൊക്കെ പറയും, അയ്യോ ബ്രദറെ ഒന്നും തോന്നരുത് കേട്ടോ, എന്നുവെച്ചൊരു പേടി പോലെ അല്ലേ? എന്തായിരിക്കും അതിൻ്റെയൊക്കെ പിന്നിൽ? ആ ബഹുമാനിക്കാനുള്ള കാരണം ചെറിയൊരു ബഹുമാനത്തിലൂടെ, സ്നേഹത്തിലൂടെ വരുന്നൊരു ഭയം. അതൊക്കെ വരാനുള്ള കാരണം എന്താ? ഷാജി ബ്രദറിൻ്റെ കയ്യിൽ ഒരു ആയുധം ഇരിപ്പുണ്ട്. പ്രാർത്ഥനയാകുന്ന ഒരു ആയുധമുള്ള വ്യക്തിയാണ് അദ്ദേഹം, അല്ലേ? ഒരു ആയുധമുള്ള വ്യക്തിയാണ്. ആയുധധാരിയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു യുദ്ധം നടക്കുന്ന സമയത്തിൽ ഒരാൾ നിരായുധനായിട്ട് നിൽക്കുന്നു, വേറൊരാൾ ആയുധധാരിയായിട്ട് നിൽക്കുന്നു. ആ സമയത്തിൽ നമുക്കൊരു ഉൾഭയം ഉണ്ടായിരിക്കും.
ഉൾഭയമുണ്ട്. അവൻ എടുത്തു വെച്ച് കീച്ചി തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഭയം, ഒരു ഭീതി. ഒരായുധധാരി ഒരു സ്ഥലത്ത് നിൽക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയമുണ്ട്. ആയുധമിരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ആയുധം മുൻപിലിരിക്കുമ്പോൾ ഒരു പേടിയാണ്. ആയുധം എതിരാളിയുടെ കയ്യിൽ ഇരിക്കുന്നുവെങ്കിലും നമുക്കൊരു പേടിയാണ്. ആയുധം ഇരിക്കുന്ന വ്യക്തിക്ക് അത്യാവശ്യം ധൈര്യമുണ്ട്, അല്ലേ? ഇന്ന് ഞാൻ പറയട്ടെ, എൻ്റെ മേൽ ഒരു പ്രാർത്ഥന ഇരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ധൈര്യമുണ്ട്. പ്രാർത്ഥന ഇരിക്കുന്നത് കൊണ്ട് ധൈര്യമുണ്ട്. പ്രാർത്ഥന ഇരിക്കുന്നുണ്ട് എനിക്ക് ധൈര്യം. നിങ്ങളുടെ കയ്യിൽ ഈ ആയുധമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. പ്രാർത്ഥനയാകുന്ന ആയുധം. അത് സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാം. ചിലരുടെ ഭയങ്കര അഹങ്കാരത്തിൻ്റെ വാക്കുകളാണ്, ചില നിഗളത്തിൻ്റെ വാക്കുകളാണ്. അത് വേറെ ഒന്നുമല്ല, നിനക്ക് പ്രാർത്ഥന എന്ന ആയുധം നിന്റെ കയ്യിൽ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കേണ്ടത് വണ്ണം ഉപയോഗിക്കാൻ അറിയാത്ത വ്യക്തികൾ പലപ്പോഴും നിഗളത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ വാക്കുകൾ പറയുന്നതിൻ്റെ പിന്നില് നിനക്കില്ലാത്ത ഒരായുധം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിനക്ക് പണി തരും. സ്തോത്രം. പക്ഷേ ചിലപ്പോൾ ആത്മമണ്ഡലം എന്ന് പറയുന്ന, ആത്മീകരെന്ന് പറയുന്ന, ആത്മലോകമെന്ന് പറയുന്ന വ്യക്തികൾ പലപ്പോഴും നിങ്ങളെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് ഈ ആയുധം വെച്ചിട്ടായിരിക്കാം. കാരണം പല അമ്മമാരും വന്ന് എന്നോട് പറയുന്നതും അതോടനുബന്ധിച്ച് ചിലരുടെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ പ്രാർത്ഥന എന്നുള്ള ആയുധമുള്ളവരെ ചിലർക്ക് ഭയങ്കര പേടിയാണ്. പേടിച്ചിട്ട് ഒതുങ്ങി നിൽക്കുന്നവരുണ്ട്. ഇന്ന് പകൽ സമയം ഞാൻ പറയട്ടെ, പേടിപ്പിക്കാനുള്ളതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്, പേടിപ്പിക്കാനുള്ളതല്ല അഭിഷേകം എന്ന് പറയുന്നത്. ആമേൻ. മറ്റൊരാളിനെ സ്വന്തം ഭോഗങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആമേൻ വകവരുത്താനുള്ള ആയുധമല്ല ദൈവം തരുന്ന പ്രാർത്ഥനാഭിഷേകം. അത് ചെയ്യരുത്. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണും കാര്യങ്ങളെക്കുറിച്ച്. ഒരു നിഗളത്തിൻ്റെ തോന്നലുകൾ, ഒരഹങ്കാരത്തിൻ്റെ വാക്കുകൾ, ഇതൊന്നും പ്രാർത്ഥന എന്നുള്ള ആയുധമുള്ള ഒരു ദൈവ പൈതലിൻ്റെ നാവിൽ നിന്ന് വരരുത്. യഥാർത്ഥത്തിലുള്ള ആത്മാവിലുള്ള പ്രാർത്ഥനയാണെങ്കിൽ, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ ആ വ്യക്തിക്ക് പ്രാർത്ഥനയുടെ അഭിഷേകം കൂടുന്നതനുസരിച്ച് ആ വ്യക്തിക്ക് താഴ്മയും വിനയവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ വഴക്കാളികളാണ്, നിങ്ങൾ ശണ്ടക്കാരാണ്, ഭയങ്കര കുഴപ്പക്കാരൻ. നിങ്ങൾ വലിയ പ്രാർത്ഥിക്കും, കൃത്യമായിട്ട് പള്ളിയിൽ പോകുമെന്നൊക്കെ പറയും, ഭയങ്കര ആരാധനയാണ്, ഭയങ്കര ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ ഭയങ്കര വഴക്കാളിയാണ്. നിങ്ങളുടെ കലഹമുണ്ട്, നിങ്ങൾക്ക് ശണ്ടയുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ ഇതെല്ലാം എവിടെ നിന്ന് വന്നു എന്നാണ് യാക്കോബ് ചോദിക്കുന്നത്. എവിടെ നിന്ന് വന്നു? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗങ്ങൾ, സ്വന്തം ഇച്ഛകൾക്ക് വേണ്ടി അവയവങ്ങളിൽ, കണ്ണി പോരാടുന്ന കുറേ സാധനങ്ങളുണ്ട്, മൂക്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ത്വക്കിലുണ്ട്, ഇങ്ങനെ നിന്റെ അവയവങ്ങളിൽ, നാവിലുണ്ട്, അല്ലേ? എന്നെ അങ്ങനെ പറഞ്ഞു ജയിക്കാൻ വേണ്ടി അത് നാവിൽ പോരാടുന്നത്. കണ്ണിൽ കാണുന്ന കാര്യങ്ങളെ ചിലതിനെ കയറി ആവശ്യമില്ലാതെ കയറി മോഹിക്കുന്ന ആ കണ്ണിൻ്റെ മേൽ പോരാടുന്നത്. മൂക്കിൻ്റെ മേൽ മണത്ത് കഴിഞ്ഞാൽ പിന്നെ അതെ ഭക്ഷണത്തിൻ്റെ പേരിൽ പറഞ്ഞ് ഭയങ്കര സംസാരം, ഭക്ഷണത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ആടി ബഹളം, ആമീൻ എന്ന് പറഞ്ഞ ആഹാരത്തിൻ്റെ പേരിൽ കുറേ പോരാട്ടങ്ങൾ. ത്വക്കിൻ്റെ മേൽ പോരാടുന്ന സ്പർശനത്തിൻ്റെ പേരിൽ, മോഹങ്ങളുടെ പേരിൽ, ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ട്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, ജഡത്തിൻ്റെ അഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ട്, ജഡേച്ഛകൾക്ക് വേണ്ടിയിട്ട്, ജഡത്തിൻ്റെതുള്ള ഇംഹിതത്തിന് വേണ്ടിയിട്ട് ഒക്കെ പോരാടുന്ന വല്ലാതെയുള്ള കുറേ യാചനകളെ കട്ട് ചെയ്യണം. ഇതൊന്നുമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, സ്വന്തം അവയവങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഫൈറ്റർ ആകരുത് നീ. പ്രതികാരദാഹവുമായിട്ട് പ്രാർത്ഥന എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നീ കടന്നു പോകുന്ന സമയത്തിൽ നീ മറന്നു പോകരുത് സഹോദര, ദൈവഹിതമില്ലാത്ത പ്രാർത്ഥനയാകരുത്. നിന്റെ ഭോഗങ്ങൾ ചെലവിടാൻ, നിന്റെ കോപത്തെ അടക്കാൻ വേണ്ടിയിട്ടാകരുത് പ്രാർത്ഥന. നിന്റെ അസൂയയ്ക്ക് വേണ്ടി പ്രാർത്ഥന എന്ന ആയുധത്തെ എടുക്കരുത്. നിന്റെ ശണ്ടയുടെ ഭാഗമായിട്ട് നീ അടിയുണ്ടാക്കി, നീ ബഹളമുണ്ടാക്കി, നീ ഭിന്നതയുണ്ടാക്കി, അതിന്റെ പേരിൽ ചെന്നിരുന്ന് നീ പ്രാർത്ഥിക്കരുത്.
ഞാനൊരു സിമ്പിളായിട്ടൊന്ന് പറഞ്ഞോട്ടെ. രണ്ട് പേര് തമ്മിൽ ഒരു ബഹളം ഉണ്ടാക്കി. ആ സമയത്ത് നീ പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ളൊരു ഓടി ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ആ സമയത്ത് എൻ്റെ മനസ്സ് ശാന്തമാണോ ഇല്ലയോ നോക്കണം. പ്രതികാരദാഹത്തോടുള്ള പ്രാർത്ഥന വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവിടെ പിശാച് കടന്നു കയറും. ആ പ്രാർത്ഥനയെ സൈത്താൻ ഏറ്റെടുക്കും. ആ പ്രാർത്ഥനയെ പിശാച് ഏറ്റെടുക്കും. നിന്നെ ഭാവിയിലൊരു മന്ത്രവാദിയാക്കാൻ വേണ്ടി, നിന്നെ ഒരു പിന്മാറ്റക്കാരനും പിന്മാറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേ ആ വൈദ്വേഷവും വൈരാഗ്യവും വെച്ചുകൊണ്ട് കർത്താവേ എന്നിട്ട് ഇത്രയും പറഞ്ഞു, ഒരു പണി കൊടുക്കണമേ കർത്താവേ, ഒരു ഇടിയെങ്കിലും കൊടുക്കണമേ. ഇന്നതാ വണ്ടിയിലാണ് പോയിരിക്കുന്നത്, ഒരു ടയറെങ്കിലും പഞ്ചറാക്കിയിട്ടേ എന്ന് വരാവോ, ഇവൻ വീട്ടിൽ നിന്ന് അപ്പോട്ടെ സോദരൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന എന്ന് കേട്ട നിൻ്റെ ഭോഗങ്ങൾ ചെലവിടാൻ വല്ലാതെ യാചിക്കുന്ന സമയത്ത് എനിക്ക് കേൾക്കാൻ മനസ്സില്ല എന്ന് ദൈവം പറയും. അപ്പോൾ പറയും കേൾക്കാൻ മനസ്സുള്ള ഒരാൾ ഇവിടെ ഉണ്ട്, ഞാൻ വരുന്നു. ആരാ വരുന്നേ? പിശാച് വന്നു. പറ എന്ത് വണ്ടി പഞ്ചറാക്കണോ അതേ അങ്ങ് തട്ടിക്കളയിട്ടാ? ആത്മാവിൽ മനസ്സിലായല്ലോ. ആ തട്ടിക്കളയണ്ട, ഒരു വീലങ്ങ് ഒടിഞ്ഞു പോട്ടെ. ശരി, ഒടിച്ചിട്ട് വരാം. പുള്ളി എന്ന് ഒടിച്ചു. ഇവൻ വിചാരിക്കണം ഞാൻ വലിയ പള്ളിയിൽ പോയോണ്ടാണ് എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഫലിക്കണം. ദൈവം കണ്ടോ എൻ്റെ കൂടെയാണ്, ഞാൻ പറയും പോലെ ദൈവം കേൾക്കുള്ളൂ. ഇനി ദൈവം കൈ വാർത്തണമെങ്കിൽ ഞാൻ പറയണമെന്ന് അല്ല. പുള്ളി നിന്നെ മന്ത്രവാദിയാക്കാൻ വേണ്ടിയിട്ട് പിശാച് നിന്റെ ദൈവഹിതമില്ലാത്ത സകല പ്രാർത്ഥനകളും ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്നെ ക്ഷുദ്രക്കാരനാക്കാൻ, നിന്നെ മന്ത്രവാദിയാക്കാൻ വേണ്ടിയിട്ട്, നിന്റെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം നടത്തിക്കിട്ടി നിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാക്കാൻ വേണ്ടിയിട്ട്, കൊള്ളരുതായ്മക്കാരനാക്കി, ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു അല്പം പോലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി പിശാച് ഇട്ടിരിക്കുന്ന വലിയ തന്ത്രമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കത്തില്ലേ? അപ്പോൾ പാപികളായിരിക്കുന്ന ആർക്കും പ്രാർത്ഥിക്കണ്ടേ? ദൈവം പാപത്തെ ക്ഷമിക്കും. വ്യഭിചാര കുറ്റത്തിന് പിടിച്ച സ്ത്രീയെ ദൈവം കളഞ്ഞൊന്നുമില്ല. കർത്താവ് അവളെ ചേർത്ത് വിളിച്ചു, മക്കളെ ഇനി പാപം ചെയ്ത് അത്രയേ ഉള്ളൂ. നീ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചു അത് കുഴപ്പമില്ല. നിനക്ക് എപ്പോഴാണ് ഒരു ഇടപെടലുണ്ടായത് ആ സമയം മുതൽ നീ സക്കായിയെ വിളിച്ചു. അവൻ്റെ പാപത്തെ ദൈവം ക്ഷമിച്ചു. ആ പാപത്തെ കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. ഇന്നലെ വരെ പിടിച്ചു പറിച്ചു കൊള്ളരുതായി ആയിക്കോട്ടെ, ഇനി നീ ശരിയായ മതി, നമ്മൾ കൂട്ടുകാരാ. ദൈവം അതെല്ലാം ക്ഷമിച്ചു കൊടുത്തു. കാരാഗ്രഹ പ്രമാണിയെ നമ്മൾ നേരത്തെ പിടിച്ചില്ലേ, അടിച്ചു ഇടിച്ചു സൂപ്പാക്കി അവനെ. പക്ഷേ പൗലോസും ശീലാസും അവനെയും കൊണ്ട് പുറത്തിറങ്ങി. ദൈവം അവനോട് ക്ഷമിച്ചു. എല്ലാം ക്ഷമിച്ചിട്ട് അവർക്ക് സ്നാനമൊക്കെ കൊടുത്ത് വലിയ പുള്ളികളാക്കി ദൈവം അങ്ങ് തീർത്തു. കർത്താവ് സകല പേരുടെയും പാപത്തെ ക്ഷമിക്കും. പാപം ചെയ്തവർ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്ര കൊടും ക്രൂരന്മാരാണെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ റൈറ്റ് ഉണ്ട്. എത്ര ക്രൂരന്മാരാണെങ്കിലും പ്രാർത്ഥിക്കാം. പക്ഷേ ഈ പ്രാർത്ഥനാ അനുഭവത്തിലേക്ക് വന്നതിന് ശേഷം ഈ ആയുധത്തെ തെറ്റായിട്ട് യൂസ് ചെയ്യരുത്. അങ്ങനെ ഒരു അനോയിന്റിങ് ഉണ്ടെന്ന് പറഞ്ഞ്, അങ്ങനെ ഒരു അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തെറ്റായിട്ട് വിനിയോഗിക്കരുത്. ഞാനൊരു ദൈവദാസനാണ്, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആയുധം എനിക്കും ഉണ്ടതേ, എൻ്റെ ഉണ്ട് സാധനം. നിങ്ങൾ നാളെ ഇനി ദൈവദാസന്മാരും ദാസിമാരും ഒക്കെ ആവുന്ന ഒരു കൂട്ടത്തിൽ കാണും. പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. തെറ്റായിട്ട് സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് മേടിക്കരുത്. നിങ്ങളുടെ കുടുംബമേ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ദൈവം തന്നിരിക്കുന്ന ആയുധത്തെ അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, അവനവൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒരുപക്ഷെ അത് ശപിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരു വ്യക്തിയെ ആത്മാവിൻ്റെ പേര് പറഞ്ഞവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ശാപവാക്കുകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ വിനിയോഗിക്കുന്നു എങ്കിൽ ആ വ്യക്തിക്ക് ന്യായമായി കിട്ടേണ്ടുന്ന ഒരു പ്രമോഷനും കിട്ടത്തില്ല. ദൈവം ആ വ്യക്തിക്ക് ഒരു വർധനവും കൊടുക്കത്തില്ല. ആ വ്യക്തിക്കൊരു വിശാലതയോ അനുഗ്രഹങ്ങളോ ഒന്നും കൊടുക്കത്തില്ല. ആ വ്യക്തി എപ്പോഴും താണ്. കാരണം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അത് ചെയ്യാൻ പാടില്ല. ബൈബിൾ എന്താ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന 1 പത്രോസ് ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കണം. മനസ്സിലാകുന്നോ? പ്രാർത്ഥനക്കാരാകാൻ സാധ്യതയുള്ളവർ ശ്രദ്ധിക്കണമേ. അനുഗ്രഹം
അനുഭവിക്കേണ്ടവരാകൊണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വീട്ടിൽ കിടക്കാനുള്ളവരാണ്, നല്ല കൃപാവരം വ്യാപാരം ചെയ്യാനുള്ളവരാണ്, നല്ല വണ്ടി സഞ്ചരിക്കാനുള്ളവരാണ്, നല്ല അംഗീകാരവും മാന്യതയൊക്കെ ലഭിക്കേണ്ടവരാണ്, നല്ല സ്വർഗം ലഭിക്കേണ്ടുന്ന വ്യക്തികളായിരിക്കുകയാണ്, നല്ല ശുശ്രൂഷ ലഭിക്കേണ്ടുന്ന വ്യക്തികളാണ്, നല്ല അനുഗ്രഹം കിട്ടേണ്ടുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് കൊണ്ട് നിങ്ങളും അങ്ങോട്ട് എപ്പോഴും അനുഗ്രഹിക്കണം. ശപിക്കാനുള്ളതല്ല, ശാപമല്ല പറയേണ്ടത്, അനുഗ്രഹമായിരിക്കണം എപ്പോഴും പറയേണ്ടത്. നിങ്ങളുടെ ശത്രുവാകട്ടെ മിത്രമാകട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാകട്ടെ ഇഷ്ടമില്ലാത്തവരാകട്ടെ, അവരാരെയും ന്യായം വിധിക്കുവാൻ കുറ്റം വിധിക്കുവാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അപ്പോൾ മനഃപൂർവ്വം നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്നവർ എന്ത് ചെയ്യും? മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്നവർ, നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പിൻ. പ്രതികാരം ആർക്കുള്ളത്? യഹോവയ്ക്കുള്ളത്. തിരിച്ചാക്രമിക്കുവാനായിട്ട് ആർക്കും അധികാരമില്ല, ആർക്കും അധികാരമില്ല. മോശ ഒരു കൂശിയ സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ മിനിസ്ട്രിക്കകത്ത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടന്നു. മോശയുടെ സഹോദരി, മോശയുടെ അനിയൻ അഹരോൻ എല്ലാവരും കൂടെ ചേർന്ന് വട്ടമേശ സമ്മേളനമൊക്കെ പിന്നെ കൂടിയതിന് ശേഷം പറഞ്ഞു, ഇതൊന്നും ശരിയായിട്ടുള്ള പോക്കൊന്നുമല്ല, കാര്യങ്ങളാകെ പ്രശ്നമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ വട്ടമേശ കൂടിയ സമയത്തിലേക്ക് മോശ പ്രാർത്ഥിച്ചോ? ഇല്ല. മോശ അറിഞ്ഞോ കാര്യം? ഇല്ല. മോശ അതിൽ തലവച്ചോ? ഇല്ല. അതിപ്പം വർഷങ്ങളോട് ഞാൻ കേട്ടോണ്ടിരിക്കുകയല്ലേ, ഇറച്ചിക്കലത്തിൽ തലയിട്ടതിന് ശേഷം തന്നെ പുറവുറുത്തോണ്ട് നടക്കുന്നത്. മാറയെ മധുരമാക്കി കൊടുത്തിട്ടും യുവമാർക്ക് ഇതിന് എങ്ങനെ പോയാൽ ഇതിങ്ങനെ എന്നെ കുതിരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തേ ഉള്ളൂ. അത് ഉള്ള കാര്യം. മോശ ഇതിലൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ഒരൊറ്റ വാക്ക് പോലും ആ ജനത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് പറയും, കർത്താവ് ഇതിനെയൊക്കെ ഞാൻ പെറ്റ് വളർത്തിയതല്ല, പിന്നെ എന്തിനാ എല്ലാം കൂടെ എൻ്റെ തലയിൽ വന്ന് കയറണം, ഇങ്ങനെയൊക്കെ ദൈവത്തോട് പറഞ്ഞതല്ലാതെ വണ്ണം കർത്താവേ ഒരു കൂട്ടവർക്ക് കൊടുക്കണമേ കർത്താവേ, ഒരടി കൊടുക്കണേ കർത്താവേ, ഒരു ഇടി കൊടുക്കണേ കർത്താവേ, യവന്മാർ ഒരു കാലൊക്കെ ഒടിഞ്ഞാലേ ഇതെല്ലാം മാനസാന്തരപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആമീൻ അങ്ങനെയൊന്നും പറഞ്ഞ കാളക്കുട്ടിയെ ഉണ്ടാക്കിയ സമയത്തിന് സ്വന്തമായിട്ട് ദേഷ്യമൊക്കെ തീർത്തെന്നുള്ള, അല്ലാതെ പുള്ളിക്കാരൻ ആരെ ഒന്നും പറഞ്ഞില്ല. തനിക്കെതിരായി ഒരു സംഘം കൂടിയപ്പോൾ സ്വർഗം മേളി വന്നു. എൻ്റെ ഭക്തനായിരിക്കുന്ന മോശക്കെതിരായിട്ട് നിങ്ങൾ കൂട്ടം കൂടിയപ്പോൾ മോശ ഇടപെട്ടില്ല, മോശ പ്രാർത്ഥിച്ചില്ല, മോശ എതിർത്തില്ല. പക്ഷെ എനിക്ക് എതിർത്തേ പറ്റുള്ളൂ, എതിർത്തേ പറ്റത്തേ ഉള്ളൂ. കുറച്ച് ദിവസം നീ അങ്ങ് നല്ല വെളുത്ത് സുന്ദരിയായിട്ട് തന്നെ ഇരിക്കും, ലോകത്തിൽ ആരും കാണാത്ത വെളുപ്പിയായിട്ട് നീ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുഷ്ഠമെന്ന് പറഞ്ഞ ഏറ്റവും ഭയങ്കര വെളുപ്പാണ്. അതങ്ങ് കൊടുത്തു. അപ്പോഴും മോശ ചെന്ന് തിരിച്ചു പറയാം, കർത്താവേ 4 അടിപൊളി, കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കട്ടെ, ഇതൊക്കെ കിട്ടിയാൽ ഇതൊക്കെ മാനസാന്തരപ്പെടുകയുള്ളൂന്നേ, അല്ലാണ്ട് ഇതൊന്നും പഠിക്കൂല എന്നൊന്നും അല്ല പ്രാർത്ഥിച്ചത്. കർത്താവിൻ്റെ സന്നിധി ചെന്ന് വീണു, നിലവിളിച്ചോ, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പപ്പാ ഒരിക്കലത്തേക്ക് ക്ഷമിക്ക്, ഒരിക്കലത്തേക്ക് ക്ഷമിക്ക്, ഒരിക്കലത്തേക്ക് ക്ഷമിക്ക്. ആ കുഷ്ഠത്തെ മാറ്റിക്കൊടുക്കണം, ആ കുഷ്ഠത്തെ മാറ്റിക്കൊടുക്കണം. എനിക്കെതിരായിട്ടല്ലേ സംസാരിച്ചത്, കുഴപ്പമില്ല, മാറ്റിക്കൊടുക്ക്. ദൈവം പറഞ്ഞു, അങ്ങനെ നീ പറയുമ്പോൾ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പനെതിരായിട്ട് അഥവാ നടത്തിപ്പുകാരനെതിരായിട്ട് സംസാരിച്ച 7 ദിവസം പാളയത്തിന് പുറത്തുനിന്നുള്ള വ്യവസ്ഥ എനിക്ക് അറിയത്തില്ലേ, 7 ദിവസം അങ്ങനെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി കൊടുക്കാം. മോശയുടെ പ്രാർത്ഥന നിമിത്തം അത് ശരിയായി എങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരാൾ, നിങ്ങളെ വണ്ടി തടഞ്ഞു നിർത്തി നിങ്ങൾ തെറി വിളിച്ച ഒരാൾ, നിങ്ങളെ അതിന് മാന്തി എടുത്ത ഒരാൾ, നിങ്ങൾക്കെതിരായിട്ട് കള്ളക്കേസ് കൊടുത്ത ഒരാൾ, നിങ്ങളെ കന്നത്തടിച്ച ഒരാൾ, നിങ്ങളെ മനഃപൂർവ്വമായിട്ട് പീഡനങ്ങൾ അഥവാ മാനസികമായി ശാരീരികമായി നിങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എതിരായിട്ട് എങ്ങനെ നിങ്ങൾ പ്രതികരിക്കണമെന്നാണ് മോശ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നീ ആ സബ്ജക്റ്റിൽ ഇടപെടരുത്, ആത്മീയതയെ അതിനകത്ത് കൊണ്ടുവരരുത്. ആത്മീയതയെ കൊണ്ടുവരണമെങ്കിൽ അത് നാവിനെയും നിന്റെ കണ്ണിനെയും ഒക്കെ നീ കൺട്രോൾ ഇടുക മാത്രമല്ലാതെ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല. നീ പ്രാർത്ഥിക്കാം, ദൈവമേ അവരെ അനുഗ്രഹിക്കണം, ഒരു വകതിരിവ് കൊടുക്കണമേ കർത്താവേ, അങ്ങ് പ്രാർത്ഥിച്ചു ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ, എനിക്ക് അതിനപ്പുറം വേറൊരു പ്രാർത്ഥന ഇല്ല കർത്താവേ, അങ്ങയിൽ നിന്ന് പഠിച്ച ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്നെ ഉപദ്രവിക്കുന്നു, ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് എനിക്കെതിരായി കേസ് കൊടുക്കുന്നു, ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്റെ വസ്തു ഇവർ അപഹരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്ക്. ജഡ്ജി ഇടപെട്ടില്ലെങ്കിലും ദൈവം ഇടപെടും. ഹല്ലേലൂയ. മനസ്സിലായവരെന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചാലേ. ഹല്ലേലൂയ. ഭോഗങ്ങൾ ചെലവിടുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കുക. നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകണം. അപ്പോൾ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു അനുഗ്രഹമാണ് വരേണ്ടത്. പ്രാർത്ഥനയ്ക്കകത്ത് ശണ്ടയും വാഗ്വേദവും അസൂയയും ശത്രുതയും ഇതൊന്നും വരുത്താതെ നല്ല മനസ്സുണ്ടാക്കിയിട്ടേ പ്രാർത്ഥിക്കാവൂ.
മനസ്സിനെ ശാന്തമാക്കണം. ആദ്യം പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുന്ന ആൾ ബന്ധല പലപല എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എപ്പോഴാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഷണ്ട സമയത്തല്ല പ്രാർത്ഥിക്കാൻ പോകുന്നത്, ശാന്തമായിരിക്കുമ്പോൾ. പ്രാർത്ഥിക്കാനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമാക്കണം. അതിനകത്ത് വിദ്വേഷമോ വിഷമോ പകയോ ഒന്നുമില്ല. ആദ്യം സ്തോത്രം പറഞ്ഞ് അനുദപിച്ച് പ്രാർത്ഥിച്ചിട്ടായിരിക്കണം ദൈവസന്നിധി. കാരണം ഇത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ സാധനം നമുക്ക് തിരിച്ചടിക്കാൻ സാധ്യതയുള്ള ഒന്നായിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളെ പ്രത്യേകാൽ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ബൈബിൾ എഴുതിയിരിക്കപ്പെടുന്ന മത്തായി സുവിശേഷം 5:40, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യിക്കുകയും ചെയ്യുന്നുവല്ലോ. അപ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നത് അവൻ നല്ലവനാണോ കൊള്ളരുതാത്തവനോ, അവൻ്റെ പ്രാർത്ഥന കേൾക്കണോ നമ്മളിനി പോകേണ്ട കേൾപ്പിക്കാനൊന്നും പോകണ്ട. ഞാൻ ഇവിടെയും പറയുന്നത്, ഒരുവൻ കൊള്ളരുതാത്തവനാണോ അവൻ നല്ലവനാണോ, അവൻ നിങ്ങളെ ഉപദ്രവിക്കുകയാണോ നിങ്ങൾ അവനെ അങ്ങോട്ട് ആക്രമിക്കുകയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവം തന്നെ. ദൈവം എല്ലാവരുടെ മേലും തൻ്റെ മഴയെ പെയ്യിപ്പിക്കും. ശത്രുക്കളെ സ്നേഹിക്കുവാൻ പറഞ്ഞു. 1 ശമൂവേൽ 8-6 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരയണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. ശമൂവേലിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഒരു ചെറിയൊരു ക്ഷാമമുണ്ടായി. ക്ഷാമം വേറെയൊന്നുമല്ല, ഏലി പുരോഹിതൻ്റെ കാലഘട്ടത്തിൽ അടുത്ത ജനറേഷൻ ഇല്ലാണ്ടായിപ്പോയി. ഒരു അഭിഷിക്തനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ട്രാജഡിയാണ്, അദ്ദേഹത്തിൻ്റെ ആക്സിഡൻ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പതനമാണ്, പരാജയമാണ്. ഒരു ശുശ്രൂഷയിൽ അദ്ദേഹത്തിൻ്റെ കാലം കഴിയുമ്പോൾ അടുത്ത് ശുശ്രൂഷ ഏൽപ്പിക്കാൻ ഒരാൾ ഇല്ലാണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് ഒരു ദൈവദാസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത്. ഏലി പുരോഹിതന് അങ്ങനെ ഒരു സംഭവം, സിറ്റുവേഷൻ കടന്നു വന്നു. തൻ്റെ മക്കളെല്ലാവരും അനധികൃതമായി, അവരെ ബൈബിൾ പഠിപ്പിക്കുന്ന ശാസിക്കായി കൊണ്ടെന്നാണ്, അവരെ ആ രീതിയിൽ വളർത്തിയെടുത്തില്ല, ആ രീതിയിൽ ശാസിച്ചില്ല. അവർ ഫുൾ ഫ്രീഡം കൊടുത്തു. അത് അമിതമായിപ്പോയി. അങ്ങനെ വഴിതെറ്റിയത് മുഖാന്തരം സഭ അനാഥത്വത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ശമൂവേലിനെ ദൈവം അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ശമൂവേൽ ചെറുപ്രായത്തിലെ പള്ളിയിൽ ചെന്ന് നിൽക്കുന്നു, അവിടെ നിന്ന് വളരുന്നു, അങ്ങനെ അവൻ അധികാരത്തിൽ വരുന്നു. അവനും കുഞ്ഞുങ്ങളുണ്ടായി, പക്ഷേ അതും കൈവിട്ടു പോയി. ശമൂവേൽ ശക്തനായിരിക്കുന്ന പ്രവാചകനാണ്, പക്ഷേ തൻ്റെ മക്കളെല്ലാവരും പോയി. ശുശ്രൂഷ കൈമാറ്റം ചെയ്യുവാൻ ആരുമില്ല. ജനങ്ങൾ ഇത് മനസ്സിലാക്കി. ഞങ്ങൾക്ക് ഏലി പുരോഹിതൻ്റെ സിറ്റുവേഷൻ ഞങ്ങൾ മനസ്സിലാക്കി. അടുത്ത് ശമൂവേൽ ഞങ്ങൾക്ക് ന്യായപാലനം നടത്തിക്കൊണ്ടിരുന്നു, പക്ഷേ അടുത്ത ജനറേഷനില്ല. ശമൂവേലിനെ ഞങ്ങൾ വിശ്വസിക്കും പോലെ തന്നെ ശമൂവേലിൻ്റെ മക്കളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. എല്ലാവരും പിന്മാറ്റക്കാരായിപ്പോയി. ഇനി ഞങ്ങൾക്ക് പ്രവാചകന്മാരിലൂടെ നടത്തിപ്പൊന്നും വേണ്ട, പ്രവചന ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങൾക്കൊരു രാജാവ് മതി എന്ന് ദൈവസന്നിധിയിൽ അതേ ജനങ്ങൾ ആക്രോശിക്കുവാൻ തുടങ്ങി. ശമൂവേലിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ദൈവഹിതമില്ലാത്ത ഒരു പ്രാർത്ഥനയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ദൈവഹിതമനുസരിച്ച് ബൈബിളിൽ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ ചരിത്ര പശ്ചാത്തലങ്ങളിൽ പോയാൽ അറിയാം, ദൈവത്തിന് ഇഷ്ടം അടുത്ത ദാവീദിനെ രാജാവാക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഭയങ്കര തിടുക്കം. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. അപ്പോൾ ദൈവം ജനത്തെ അത്രയും സ്നേഹിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ശമൂവേലിൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ വിഷയം വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കിനി ഒരു രാജാവ് വേണം, ഞങ്ങൾക്കൊരു രാജാവ് വേണം. അപ്പം ശമൂവേലിന് ഇഷ്ടമല്ല, ദൈവത്തോട് ചോദിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ശമൂവേലെ ഇപ്പം നീ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട, അവർ പറയുന്നത് പോലെ നീ ചെയ്. പക്ഷേ നിന്നോടല്ല അവർ മറുതലിക്കുന്നത്, എന്നോടാണ്. ഇന്നലെ വരെ നിന്നിലൂടെ ഞാനാണ് അവരെ ഭരിച്ചത്. ശമൂവേൽ അധികാരത്തിൽ നിൽക്കുന്നു എങ്കിലും ശമൂവേലല്ല തീരുമാനം. ശമൂവേൽ ഏത് കാര്യത്തിനും ദൈവസന്നിധിയിൽ ചെന്നിരിക്കും. കർത്താവെ, ജനങ്ങൾക്ക് ഇന്നത് വേണമെന്ന് പറയുന്നു, ഞാൻ എന്നാ ചെയ്യട്ടെ? കർത്താവ് കൊടുക്കാൻ പറയുന്നുവെങ്കിൽ കൊടുക്കും, വേണ്ട എന്ന് പറയുന്നെങ്കിൽ വേണ്ട. അപ്പോൾ ഞാനാണ് ഇവരെ ഭരിക്കുന്നത്. ദൈവം പറയുക, ഞാനാണ് ഇവരെ ഭരിക്കുന്നത്, നീയല്ല. പക്ഷേ ഞാനിവരെ ഭരിക്കണ്ട എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ ഇപ്പോഴത്തെ പ്രാർത്ഥനാ വിഷയം, ദൈവം ഞങ്ങളെ ഭരിക്കണ്ട, രാജാവ് ഞങ്ങളെ ഭരിച്ചാൽ മതി. തൽക്കാലത്തിലേക്ക് നീ അത് സമ്മതിച്ചു കൊടുക്ക്. ആമേൻ. അധികാരത്തിൽ ഇരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസനെ അധികാരത്തിൽ നിന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് ദൈവജനം പറഞ്ഞപ്പോൾ ആമേൻ, ദൈവം പറഞ്ഞു, നിന്നെയല്ല മക്കളെ മാറ്റുന്നത്, എന്നെയാണ്. ഞാനിവരെ ഭരിക്കണ്ട എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ആലോചന ഇവർക്ക് വേണ്ട എന്നാ പറയുന്നത്, ദൈവഹിതം ഇവർക്ക് വേണ്ട എന്നാ പറയുന്നത്. നീ അതിനെ
ആമേൻ ഏറ്റെടുക്കുന്ന പറഞ്ഞു അവരുടെ അപേക്ഷ കേൾക്ക. അവർ നിന്നോടല്ല, ഞാൻ അവരെ ഭരിക്കാതെ വണ്ണം എന്നാകുന്നു എന്നെയാകുന്നു അവർ ത്യജിച്ചിരിക്കുന്നത്. ദൈവത്തെ ത്യജിക്കത്തക്ക ചില പ്രാർത്ഥനകൾ, ദൈവത്തെ ഉപേക്ഷിക്കത്തക്ക വിധ പ്രാർത്ഥനകൾ, നിർബന്ധം സഹിക്കാവയ്യാതെ വണ്ണം ദൈവം ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. പിന്നെന്ത് സംഭവിച്ചു? ശൗൽ ഔഷസ്ഥനായി തീർന്നു. ജനത്തിൻ്റെ നിർബന്ധം, ജനത്തിൻ്റെ ആവേശം, ഒരു ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കാൻ മനസ്സില്ല, ഒരു ദൈവഹിതത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കാൻ അവർക്ക് മനസ്സില്ല. ഞങ്ങളുടെ ആഗ്രഹം നടന്നാൽ മതി, ഞങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടാം, ഞങ്ങളുടെ ചണ്ടയ്ക്കും ഞങ്ങളുടെ വദ്വേഷനും വഴക്കിനും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവഹിതം എന്താകട്ടെ, നീ ഞങ്ങളെ ഭരിക്കണ്ട, ഞങ്ങൾക്ക് രാജാവ് മതി. ദൈവം ഉടനടി അപേക്ഷ പറഞ്ഞാൽ ദൈവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മക്കളുടെ പ്രാർത്ഥന അപ്പം തന്നെ ഫലിക്കുക. അതൊരു സിസ്റ്റമാണ്. അവർ പ്രാർത്ഥിച്ചാൽ കൊടുത്തിരിക്കും. അതാണ് നിങ്ങൾ ഈ ചില വ്യവസ്ഥയൊക്കെ തെറ്റിച്ച് പ്രാർത്ഥിക്കുന്ന സംഭവമൊക്കെ നടന്നതിൻ്റെ പിന്നിൽ ചിലതൊക്കെ ദൈവം കണ്ണടച്ചു കൊടുത്തു. ഇസ്രായേലിൻ്റെ അധിപനായിട്ട് ശൗലിനെ രാജസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ശൗൽ ഔഷസ്ഥനായി തീർന്നു, അവിശുദ്ധന, അസൂയാലുവായി. ശൗൽ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ ചെന്ന് ലക്ഷണം നോക്കുന്നവനായി തീർന്നു. ശൗലിന്റെ മേൽ ദുരാത്മാവ് കയറി. അഭിഷേകം ചെയ്താക്കി വെച്ച ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന സാമുവേലിനെതിരായിട്ട് അവൻ തിരിഞ്ഞു. ആരാണോ തന്നെ തലയിൽ കൈവച്ചത്, ആരാണോ തന്നെ അനുഗ്രഹിച്ചത്, ആരാണോ ഈ അധികാരം തനിക്ക് കൈമാറ്റം ചെയ്ത് കൊടുത്തത്, അവനെതിരായിട്ട് തന്നെ ശൗൽ തിരിഞ്ഞു. അല്പസമയം ശാമുവേൽ വരാൻ താമസിച്ച സമയത്തിലേക്ക് ഇങ്ങേര് മാത്രമേ ലോകത്തിൽ യാഗം നടത്താനും പ്രാർത്ഥിക്കാനുള്ളൂ, ഞങ്ങൾക്ക് വേറെ പാസ്റ്റർമാരെ കിട്ടുമെന്ന് പറഞ്ഞു കണ്ട് അവൻ സ്വന്തമായിട്ട് തന്നെ യാഗം കഴിച്ചു. ഇങ്ങനെ തുടങ്ങി ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സകല പ്രവർത്തികളും ചെയ്തു. ഒടുവിൽ ദുരാത്മാവ് കയറി. ദാവീദ് കിന്നരമെടുത്ത് വായിക്കുന്ന സമയത്തിൽ ആ ദുരാത്മാവ് അല്പമൊന്ന് അടങ്ങും, വീണ്ടും അത് ഇളകും. അങ്ങനെ അവൻ ആരായി എന്തായി എന്ന് പറഞ്ഞ് അഹങ്കാരവും അധികാരത്തിൻ്റെതുള്ള ഭ്രമവും നിമിത്തം പാപത്തിലേക്ക് അടിമപ്പെട്ട്, ലോകത്തിന് അടിമപ്പെട്ട്, ഒരിക്കലും ചെയ്യുവാൻ പാടില്ലാത്ത അന്യ ശക്തികളെ ആരാധിക്കുകയും ചോദിച്ചറിയാനായിട്ട് ചില സ്ത്രീകളുടെ അടുക്കലേക്ക്, ചില വെളിച്ചപ്പാടത്തികളുടെ അടുക്കലേക്ക് പോയപ്പോൾ ദൈവത്തിനത് സഹിച്ചില്ല. ഇന്ന് പകൽ സമയത്തിൽ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതല് ഒരു ചോദിച്ചറിയാൻ വേണ്ടി ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് കടന്നു പോകപ്പെടുമ്പോൾ സ്വർഗത്തിനത് സഹിക്കത്തില്ല കേട്ടോ. നിന്റെ മേലൊരു അഭിഷിക്തനെ ആക്കി വെച്ചിരിക്കപ്പെടുമ്പോൾ, നിന്റെ മേക്ക് നിനക്കൊരു സഭയെ ദൈവം തന്നിരിക്കുമ്പോൾ, നിനക്കൊരു കൂട്ടായ്മ ദൈവം തന്നിരിക്കുമ്പോൾ, അതിനെ കാറ്റിൽ പറത്തിയതിനു ശേഷം തലയിൽ തുണിയിട്ട് ഏതെങ്കിലും സ്ത്രീകളുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് നീ ദൂതറിയാൻ പോകപ്പെടുമ്പോൾ സ്വർഗം ദുഃഖിക്കുകയാണ്. നിന്നെ ഇതിനല്ല അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്. സ്തോത്രം. ശൗലൗഷത്തനായി. ഒടുവിൽ ദൈവഹിത പ്രകാരമാണ് ദാവീദ് അധികാരത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെ തെറ്റായ പ്രാർത്ഥനകളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ അങ്ങ് പഠിക്കാൻ തുടങ്ങിയാൽ ഒത്തിരി ഉണ്ട്. നമുക്ക് ദൈവം അനുവദിക്കുകയാണെങ്കിൽ പിന്നാലെ പഠിക്കാം. നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? ദൈവഹിതമില്ലാത്ത ഇച്ഛകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാണ് എൻ്റെ സബ്ജക്റ്റ്. ഒന്നിനൊരു വ്യവസ്ഥയുണ്ടാകണം. നിയമപരമല്ലാത്ത പ്രാർത്ഥനകൾ എടുക്കരുത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുധം ദൈവത്തെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യരുത്. മറ്റൊരാളിനെ തകർക്കാൻ വേണ്ടിയിട്ടോ, മറ്റൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടോ, മറ്റൊരാളെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥനകൾ. അവരെ സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കാൻ. പ്രതികാരം നമുക്കുള്ളതല്ല, പ്രതികാരം ചെയ്യാൻ നമുക്ക് അനുവാദം തന്നിട്ടില്ല. ദൈവം ചെയ്യും. മോശയ്ക്ക് അതിനുള്ളത്, മോശ അന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ദൈവം ഇടപെടത്തില്ലായിരുന്നു. മോശ ഇടപെടാത്തത് കൊണ്ടാണ് ദൈവം ഇടപെട്ടത്. അതുകൊണ്ട് നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളെ വേദനിപ്പിക്കുമ്പോഴൊക്കെ ശാന്തമായിട്ടിരിക്കണം. ദൈവം അതിൻ്റെ സമയത്ത് ഇടപെടേണ്ട കേസാണെങ്കിൽ ഇടപെട്ടോളും, പ്രോബ്ലം ഇല്ല. ഇടപെടേണ്ടതാണെങ്കിൽ ഇടപെടും. നിങ്ങൾ വിചാരിക്കണ്ട എത്രയെന്നും പറഞ്ഞ് സഹിക്കും, എത്രയെന്നും പറഞ്ഞ് ക്ഷമിക്കും. ഇല്ല, കാത്തിരിക്കണം. വിദ്വേഷമൊക്കെ മാറ്റി അവരെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു നോക്ക്. ദൈവം കൂടെ ഇരിക്കും.